ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ചില്ലിയാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, കുബൂസ് ഇവിടെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ 4 മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് പാൻ ചൂടായിരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയങ്ങ് ഒഴിച്ച് കൊടുക്കാം. തീ മീഡിയത്തിലിട്ട് കൊടുക്കണേ. എന്നിട്ട് മുട്ട ഒന്ന് ഉറച്ച് വരുന്ന സമയമാകുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് മുട്ട ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുട്ട ഇതുപോലെ ഉറച്ച് വരുന്ന സമയമാകുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മുട്ടയെല്ലാം ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. മുട്ട ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഒത്തിരി ചെറിയ പീസാക്കി എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മൾ മുറിച്ചെടുത്തോളൂ കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. പാൻ ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അത് ഇതിലോട്ടിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ വരുമ്പോഴത്തേക്ക് 2 പച്ചമുളകും സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ് സൈഡ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വലിയ സവാളയാണ് ഒരു സവാള, ചെറിയ സവാളയാണ് 2 സവാള ഇതുപോലെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതളുകളായിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിലായി വരണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, കാരണം സോസുകൾക്ക് ഉപ്പുള്ളത് കൊണ്ട് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1/4 ഗ്ലാസ് വെള്ളത്തിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണ് അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ട് ഇത് കുറുകി വരിക. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളത്തിന് പകരം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ട, കുബൂസ്, ഫ്രൈഡ് റൈസിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചില്ലി ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ബൗളിലോട്ട് ഇത് മാറ്റിയിരുന്നു. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ വെള്ള എള്ളും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒട്ടും ഗ്രേവി ഇല്ല. അപ്പോൾ ഗ്രേവി വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.